1500 വർഷത്തോളം പഴക്കമുള്ളതും 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് മൺമറഞ്ഞതുമായ സുബ്രഹ്മണ്യ ക്ഷേത്രം പുനഃപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്നു. കോഴിക്കോട് സൈബർ പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന തൃക്കൈപ്പറ്റ മഹാക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയും കലശാഭിഷേകവും ഈ മാസം 20-ന് നടക്കും. 1500 വർഷത്തോളം പഴക്കമുള്ളതും 7 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മൺമറഞ്ഞതുമായ ക്ഷേത്രമാണ് പുനഃപ്രതിഷ്ഠയ്ക്കൊരുങ്ങുന്നത്. 7.5 അടി ഉയരമുള്ള പൂർണ്ണകായ കൃഷ്ണശിലാ വിഗ്രഹത്തിലാണ് പ്രതിഷ്ഠ. അത്യപൂർവമായ രീതിയിലാണ് ക്ഷേത്ര നിർമ്മാണം. 3 നിലകളോടുകൂടിയ ശ്രീകോവിലിന് 18 മീറ്റർ ഉയരവും 51.12 മീറ്റർ ചുറ്റളവുമുണ്ട്. നിർമ്മാണത്തിന് സിമന്റ് ഉപയോഗിച്ചിട്ടില്ല. കുളിർമാവിൻ തോർ ഉപയോഗിച്ച് നിർമ്മിച്ച കഷായക്കൂട്ടിൽ മണൽ, വെള്ളക്കുമ്മായം എന്നിവ ചേർത്ത് ഇടിച്ചുണ്ടാക്കിയ മിശ്രിതമാണ് സിമന്റിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത്. ത്രിതല പ്രാസാദാണ് അതിൻ്റെ 3 തട്ടായിട്ടാണ് നിൽക്കുന്നത്. ആ ശ്രീകോവിൽ ഇത്രയും മഹത്തായ രീതിയിൽ അതിൻ്റെ പഴമയും നിലനിർത്തിക്കൊണ്ടാണ് പണിതിരിക്കുന്നത്. ഇവിടെ ഈ കല്ലുകൾ നിർമ്മിക്കുന്നതിൽ ഒരു തരി പോലും സിമന്റ് ചേർത്തിട്ടില്ല. എല്ലാം അതിൻ്റെതായ രീതിയിൽ പുരാതന രീതിയിലുള്ള നിർമ്മാണ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. ഇതിനകം 8 കോടിയോളം രൂപ ചെലവായി കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള ക്ഷേത്ര നിർമ്മാണവും പൂർത്തീകരിക്കാൻ കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. ഭഗവതിയുടെയും ശിവൻ്റെയും കിരാതമൂർത്തിയുടെയും ഒക്കെ ക്ഷേത്രങ്ങൾ നമ്മളുടെ ഇച്ഛക്കനുസരിച്ച്, ആഗ്രഹത്തിനനുസരിച്ച് അതിഗംഭീരമായ രീതിയിൽ നിർമ്മിക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ആവശ്യമാണ്. മെയ് 20-ന് നടക്കുന്ന പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി 12 മുതൽ എല്ലാ ദിവസവും താന്ത്രിക പൂജാകർമ്മങ്ങൾ നടക്കും. പ്രശ്നചിന്തയിൽ ഇതേ സ്ഥാനത്ത് മുൻപുണ്ടായിരുന്നതായി കണ്ടെത്തിയ ഭഗവതി, ശിവൻ, കിരാതമൂർത്തി എന്നിവരുടെയും ക്ഷേത്രങ്ങൾ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്ര ജീർണോദ്ധാരണ സമിതി. ജനം, കോഴിക്കോട്.